everyone, welcome to our YouTube channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസ്ട്രേലിയയിലെ രജിസ്റ്റേർഡ് നഴ്സിന്റെ ജോലി സാധ്യതകളെ കുറിച്ചിട്ടാണ്. ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഓസ്ട്രേലിയയിലെ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുമോ, ഇപ്പം ജോബ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് മിക്കവാറും എല്ലാവരുടെയും ഡൗട്ട്. വേറൊന്നുമല്ല, ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒത്തിരി പേരാണ് ന്യൂസിലാൻഡിൽ ജോബ് ഒന്നും കിട്ടാതെ സ്റ്റക്ക് ആയിട്ടുള്ളത്. അതുപോലെ ഓസ്ട്രേലിയക്കും ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഒത്തിരിയേറെ വരാറുണ്ട്. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അൺഓതറൈസ്ഡ് ചാനൽസിൽ നിന്നും ഒത്തിരി ആളുകൾ പോസ്റ്റായും വീഡിയോസായും കണ്ടതിന് ശേഷം നമ്മളടുത്ത് എൻക്വയറി ആയിട്ട് വരുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ വർക്ക് വിസ സ്റ്റോപ്പ് ചെയ്തു, അല്ലാന്നുണ്ടെങ്കിൽ PR സ്റ്റോപ്പ് ചെയ്തു, എംപ്ലോയർ സ്പോൺസർ ചെയ്യുന്ന 186 PR കൊടുക്കുന്നില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും, ഇമിഗ്രേഷൻ്റെ സൈറ്റിലോ വേറെ ഏതെങ്കിലും നഴ്സിംഗ് കൗൺസിലിൻ്റെ സൈറ്റിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതല്ലാതെ അൺഓതറൈസ്ഡ് ചാനൽസിൽ വരുന്ന ന്യൂസ് നമുക്ക് എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചെയ്യേണ്ടത്, ഒരു ന്യൂസ് നിങ്ങൾ അറിഞ്ഞാൽ ഇമിഗ്രേഷൻ്റെ സൈറ്റിലോ അതല്ലെങ്കിൽ നഴ്സിംഗ് കൗൺസിലിൻ്റെ സൈറ്റിലോ ആപ്രയുടെ സൈറ്റിലൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഇതുവരെ ഫേസ് ചെയ്യുന്നില്ല. റിക്രൂട്ട്മെന്റ് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ള ന്യൂസ് ഫേക്ക് ആണ്. ഓസ്ട്രേലിയയിൽ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിലുള്ള ജോബാണ് RNസിൻ്റേത്. ഓസ്ട്രേലിയൻസോ അല്ലെങ്കിൽ അവിടുത്തെ അബോറിജിനൽസോ ഈ ഒരു ജോലി എലിജിബിൾ അല്ല, അല്ലാന്നുണ്ടെങ്കിൽ വേണ്ടുവോളം ആളുകൾ RNസിൻ്റെ ജോബ് ചെയ്യാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് അവർ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിലാണ് രജിസ്റ്റേർഡ് നഴ്സിൻ്റെ ജോബ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വേക്കൻസീസ് ഫില്ല് ചെയ്യേണ്ടത് ഇമിഗ്രേഷൻ്റെയും ആ ഒരു പെർട്ടിക്കുലർ ഹോസ്പിറ്റൽസ് ഓർ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇത്രയും വലിയ ഷോർട്ടേജ് അവിടെ ഉള്ളത് കൊണ്ട് ഒരിക്കലും ഇങ്ങനൊരു പെട്ടെന്നുള്ളൊരു ഡിസിഷൻ ഇമിഗ്രേഷൻ്റെ സൈഡിൽ നിന്നോ കൗൺസിലിൻ്റെ സൈഡിൽ നിന്നോ ഉണ്ടാവുകയില്ല. ഈ ഒരു പ്രൊഫഷന്റെ റിക്രൂട്ട്മെന്റ് നിർത്തി കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി സ്റ്റക്കാവെന്ന് തന്നെ പറയാം. ഓസ്ട്രേലിയ, കാനഡ, UK, അയർലൻഡ് ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ എപ്പോഴും ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ചിലപ്പം ചില ടൈമിൽ കുറേ വേക്കൻസീസ് ഉണ്ടാവാം, ചിലപ്പോൾ അതൊന്ന് ഡൗൺ ആയേക്കാം. അപ്പം അതുപോലെ തന്നെയാണ് എല്ലാ കൺട്രിയിലും ഈ ഒരു ഇത് അഫക്റ്റ് ആയി വരുന്നത്. കുറച്ച് നാൾ മുമ്പ് അല്ലെങ്കിൽ ഈ ഒരു ഇപ്പം കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സമയത്ത് UKയിലെ റിക്രൂട്ട്മെന്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അയർലൻഡിലെ റിക്രൂട്ട്മെന്റ് കുറച്ച് നാളുകളായിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയായിരുന്നു, ഇപ്പം അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, വേക്കൻസീസ് ഒരുപോലെ ഇരിക്കില്ല. പക്ഷെ ഓസ്ട്രേലിയയുടെ റിക്രൂട്ട്മെന്റ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഓസ്ട്രേലിയയിൽ പുതിയ പുതിയ കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട്, അതുപോലെ ഹോസ്പിറ്റൽസ് ബിൽഡ് ചെയ്യുന്നുണ്ട്. പല റീജിയണൽ ഏരിയകളും ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ്. കാരണം ഒത്തിരി RNസിന് റീജിയണൽ ഏരിയയിലൊക്കെ ഓഫർ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് പുതിയ ഹോസ്പിറ്റൽസും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. സിറ്റീസിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഡേറ്റയൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാനിപ്പോൾ സ്ക്രീനിൽ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണിക്കാം. ആ സൈറ്റിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻ കിട്ടുന്നതാണ്. സോ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ റിക്രൂട്ട്മെന്റ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഇപ്പോഴും പല സൈറ്റുകളിലും ഒഫീഷ്യൽ ഗവൺമെന്റ് സൈറ്റിലാണെങ്കിലും ജോബ് ഓപ്പണിങ്സ് ഉള്ള സീക്ക്, ഇൻഡീഡ് പോലുള്ള സൈറ്റുകളിലാണെങ്കിലും ഇപ്പോഴും സ്പോൺസർഷിപ്പോട് കൂടി 482 ഒക്കെ കൊടുക്കുന്നുണ്ട്. 186 എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അത് എംപ്ലോയർ സ്പോൺസർ ചെയ്യുന്ന വിസയാണ്. 186 എന്ന് പറയുന്നത് PR ആണ്. സോ ഈ ഒരു PR എംപ്ലോയർ കൊടുത്തോണ്ടിരുന്നത് UK, അയർലൻഡ്, കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു. സോ ആ ഒരു നഴ്സസിനായിരുന്നു ഇവർ 186 ഓപ്ഷൻസ് കൊടുത്തോണ്ടിരുന്നത്. വേറെ ഒന്നുമല്ല, അവർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്നവരാണ്. അവരെ ഈ പറഞ്ഞ കൺട്രിയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല. അവരുടെ പഴയ വർക്ക് കൾച്ചറും ഓസ്ട്രേലിയയിലുള്ള വർക്ക് കൾച്ചറും ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതുകൊണ്ട് എംപ്ലോയേഴ്സിന് ഇവരെ സ്പോൺസർ ചെയ്ത് PR ആയിട്ട് കൊണ്ടുവരുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തിട്ട് ഒത്തിരി നഴ്സസ് ആണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ന്യൂസിലാൻഡിൽ അതുപോലെ തന്നെയാണ്. ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ഡയറക്റ്റ് ആയിട്ട് എടുത്തുകൊണ്ടിരുന്ന കാൻഡിഡേറ്റ്സിന് ക്യാപ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ന്യൂസിലാൻഡിൽ ജോബ് കിട്ടാതെയായി. അപ്പോൾ ഇവരും ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. കൂടുതലും വർക്ക് വിസയിലൊക്കെ തന്നെയാണ് ആളുകൾ പോയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു എംപ്ലോയർ സ്പോൺസർ ചെയ്യുന്ന PR ന്യൂസിലാൻഡിൽ നിന്ന്
ക്യാപ്പ് കഴിഞ്ഞ ഒരാൾക്ക് കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ വർക്ക് എക്സ്പീരിയൻസ് എപ്പോഴും വരുന്നത് ഒന്നെങ്കിൽ ബാക്ക് ഹോം അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലൊക്കെയാണ്. ന്യൂസിലൻഡിൽ അവർക്ക് ജോബ് കിട്ടാത്തതുകൊണ്ടാണല്ലോ അവർ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യാൻ നോക്കുന്നത്. സോ അവർക്കും 482 എന്നുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ എംപ്ലോയർ സ്പോൺസർ ചെയ്യുന്ന വർക്ക് വിസ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി പേര് ആ ഒരു പാത്വേ കൂടിയിട്ട് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ പുതിയ ഗ്രാജുവേറ്റ്സ് കോവിഡിന്റെ ടൈമിൽ ഒത്തിരി സ്റ്റുഡൻസ് ആണ് ഓസ്ട്രേലിയയിലേക്ക് BSc നഴ്സിംഗ് ചെയ്യാനായിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ ഓൾമോസ്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അവരുടെ ട്രെയിനിങ് പീരീഡോ അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് അവരെല്ലാവരും ജോബിന് കയറാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ഓപ്ഷൻസ് ആണ് എംപ്ലോയർക്ക് ഉള്ളത്. UK, അയർലൻഡ്, കാനഡയിൽ നിന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന നഴ്സസ് വേറെ, അതുകൂടാതെ ന്യൂസിലാൻഡിൽ ജോബ് കിട്ടാതെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നവർ വേറെ, പിന്നെ BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത ഓസ്ട്രേലിയയിൽ തന്നെ ഉള്ള സ്റ്റുഡൻസ്. സോ ഇത്രയും ഓപ്ഷൻസ് എംപ്ലോയറുടെ സൈഡിൽ ഉള്ളത് കൊണ്ട് അവർ കുറച്ചുകൂടെ സെലക്റ്റീവായി. അവർക്ക് അതിനകത്ത് നിന്ന് നല്ല പ്രൊഫൈൽസ് കിട്ടാൻ തുടങ്ങിയപ്പോൾ അവർ ഒത്തിരി പേരെ ഹയർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ല. ഇനി മുതൽ UK, അയർലൻഡ്, കാനഡയിൽ നിന്നുള്ള പാത്വേ ഓപ്ഷൻ ന്യൂസിലാൻഡ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വരുമ്പോഴേക്കും ഡയറക്റ്റ് ഓസ്ട്രേലിയ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് അത് ബെനിഫിറ്റ് തന്നെയാണ്. ഇനി പഴയ പോലെ അത്രത്തോളം ഒരു പ്രൊഫൈൽസ് ഒന്നും എംപ്ലോയേഴ്സിന് കിട്ടില്ല. ഇപ്പോൾ ഓൾറെഡി ഓൺഗോയിങ് പ്രോസസ്സിലുള്ള നഴ്സസ് ഉണ്ട് UK, അയർലൻഡിൽ നിന്നൊക്കെ. അവർക്കൊന്നും പുതിയ പ്രോസസ്സ് ബാധകമല്ല. അപ്പോൾ അവരും കൂടി രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പഴയ പോലെ അത്രയും മൈഗ്രേഷൻ UK നിന്നൊന്നും നടക്കില്ല. അപ്പോൾ എംപ്ലോയേഴ്സിന് പിന്നെയും കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും ആളുകളെ കിട്ടാനായിട്ട്. റിക്രൂട്ട്മെന്റ് പഴയ പോലെ ആക്റ്റീവ് ആവും. ഇപ്പോൾ ഒത്തിരി കുറഞ്ഞു എന്നല്ല പറയണത്, ചെറിയ രീതിയിലുള്ള ഒരു കുറവ് വന്നിട്ടുണ്ട്. അതിന്റെ റീസൺ ഇതായിരുന്നു, UK എന്നൊക്കെ മൈഗ്രേഷൻ നടക്കുന്നത് കൊണ്ടായിരുന്നു. ഇനിയിപ്പം അത് മാറി പഴയ പോലെ തന്നെ വേക്കൻസീസ് ഒത്തിരി വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കൺസ്ട്രക്ഷൻസ് പുതിയത് നടക്കുന്നുണ്ട്, ഹോസ്പിറ്റൽസ് ഒക്കെ പുതിയത് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഓരോ ഹോസ്പിറ്റലും പുതിയ വരുന്ന അനുസരിച്ച് അവിടെയും വേക്കൻസീസ് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ഒരു ഫേക്ക് ന്യൂസ് ഒന്നും കേട്ട് ആരും ഓസ്ട്രേലിയക്ക് രജിസ്ട്രേഷൻ നോക്കുന്നവരാണെങ്കിൽ ചെയ്യാതെ ഇരിക്കേണ്ട. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നഴ്സിംഗ് കൗൺസിലിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഇമിഗ്രേഷൻ്റെ സൈറ്റിലോ ഉണ്ടാവുന്നതാണ്. അങ്ങനെ ഒഫീഷ്യലായിട്ട് ഒരു ഇൻഫർമേഷനും വന്നിട്ടില്ല. ഡെയിലി ഒത്തിരിയും വേക്കൻസീസ് ആണ് ഓരോ എംപ്ലോയേഴ്സും ലിസ്റ്റ് ചെയ്യുന്നത്. സീക്ക്, ഇൻഡീഡിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. വേക്കൻസി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റൽസ് ആരും പിന്നെ അത് ലിസ്റ്റ് ചെയ്യില്ലല്ലോ. ഇപ്പോഴും നമുക്ക് ഇന്റർവ്യൂസ് നടക്കുന്നുണ്ട്, കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. 482 എന്ന് പറയുന്ന ടെമ്പററി സ്കിൽ ഷോർട്ടേജ് വിസയുടെ ഇത് കൊടുക്കുന്നുണ്ട്, നോമിനേഷൻ ഇടുന്നുണ്ട്. സോ അതൊക്കെ ഹോപ്പ് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ളൊരു ഹോപ്പ് തന്നെയാണ് തരുന്നത്. ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ചെയ്തിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ വർക്ക് വിസ മാത്രമല്ല ഓപ്ഷൻ, നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് PR-നും അപ്ലൈ ചെയ്യാവുന്നതാണ്. 189 or 190 PR-നൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അത് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ജോബ് ഓഫർ ഇല്ലാതെ തന്നെ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒത്തിരി ചൂസ് ചെയ്യാവാതെ ഇരിക്കുക. കാരണം റീജിയണൽ ഏരിയയിൽ നിന്നൊരു ഓഫർ കിട്ടിയാൽ റീജിയനിലാണ് പോകാൻ താല്പര്യം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ആ സെയിം ഓഫർ എടുക്കാൻ വേറൊരാൾ ഉണ്ടാവാം. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു പാക്കേജ് ആയിട്ട് നല്ലൊരു ഹോസ്പിറ്റലോ ഏജ്ഡ് കെയർ ആണെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങളത് ചൂസ് ചെയ്യുക. കാരണം ആളുകൾ കൂടുന്തോറും നിങ്ങളുടെ ഓപ്ഷൻസും കുറയും. അപ്പം അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ഓഫർ ആണെങ്കിൽ നിങ്ങൾ അധികം ചൂസ് ചെയ്യാതെ തന്നെ ഓപ്ഷൻസ് എടുക്കുക. പിന്നെ അവിടെ ചെന്ന് ഒരു 2 വർഷമൊക്കെ ഈ സെയിം എംപ്ലോയറുടെ കൂടെ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നെ PR ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇഷ്ടമുള്ള ഹോസ്പിറ്റലിലോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് കിട്ടുന്ന ഹോസ്പിറ്റലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, സ്റ്റേറ്റ് മാറാം. അതൊക്കെ പോസിബിൾ ആണ്. പക്ഷെ ആദ്യം കിട്ടുന്ന ഓഫർ ബെറ്റർ ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ എംപ്ലോയറുടെ സൈഡിൽ നിന്ന് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് വന്നുകൊണ്ടിരുന്നതെന്ന് നോക്കാം. ഇപ്പം നമുക്കാണെങ്കിലും കുറേ ബുദ്ധിമുട്ട് കാൻഡിഡേറ്റ്സിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. എംപ്ലോയർ എന്ന് പറയുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഏജ്ഡ് കെയർ ഫെസിലിറ്റി നിങ്ങളെ സ്പോൺസർ ചെയ്ത് ലക്ഷങ്ങൾ മുടക്കി 482-ലോ 186-ലോ കൊണ്ടുപോയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഈ എംപ്ലോയറുടെ അടുത്ത് നിന്ന് ജോബ് സ്വിച്ച് ചെയ്ത് അല്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് കിട്ടിയിട്ട് നോക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾ ചിലപ്പം ബെറ്റർ ഓപ്ഷൻ കിട്ടിയിട്ടായിരിക്കും നോക്കണേ. പക്ഷെ എംപ്ലോയറുടെ സൈഡിൽ നോക്കുമ്പോൾ അവർ ലക്ഷങ്ങൾ മുടക്കി നിങ്ങളെ പല കൺട്രിയിൽ നിന്ന് ഹയർ ചെയ്ത് കൊണ്ടുവരികയാണ്. ഇവിടെ വന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഏകദേശം വേറെ ഓപ്ഷൻസ് കിട്ടും എന്ന് അറിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ഇത് മാറ്റിയിട്ട് വേറെ ഓപ്ഷൻ അല്ലെങ്കിൽ വേറെ എംപ്ലോയറെ നല്ല ഓപ്ഷൻ കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ നോക്കി പോകാൻ തുടങ്ങി.
അപ്പോൾ ഇത് ഇനി പ്രോസസ്സ് ചെയ്യാനിരിക്കുന്നവരെയും ഇനി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനിരിക്കുന്നവരെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. കാരണം അവരിപ്പോൾ പ്രൊഫൈൽ എടുക്കുമ്പോൾ നന്നായിട്ട് നോക്കി ഇങ്ങനെ പോവില്ല എന്നുള്ള ഒരു ഉറപ്പൊക്കെയുള്ള ആളുകളൊക്കെ മാത്രമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏജൻസി ആണെങ്കിലും ഇൻ്റർവ്യൂ അസിസ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഓഫർ അക്സെപ്റ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് അവിടെ ചെന്ന് 1 month ഒക്കെ കഴിഞ്ഞിട്ട് ജോബ് സ്വിച്ച് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. സോ നമുക്കും അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ എംപ്ലോയറിനൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്, ഇനി വരുന്നവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. ഇനി പ്രോസസ്സ് ചെയ്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാനുള്ള ആളുകളാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ എൻഡ് ടു എൻഡ് അസിസ്റ്റൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കൂടാതെ ഇൻ്റർവ്യൂയുടെ അസിസ്റ്റൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.